പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 ആരംഭിക്കും. കേസുകളിൽ പെടുന്ന പദവികൾ വഹിക്കുന്നവർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്, വനിതാ സംവരണ ബില്ല്, മണ്ഡല പുനർനിർണയ ബില്ല്, വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി തുടങ്ങിയ ബില്ലുകൾ സമ്മേളന കാലയളവിൽ സഭയിൽ അവതരിപ്പിച്ചേക്കും. 4 ആഴ്ച നീളുന്ന സമ്മേളനം ഓഗസ്റ്റ് 13 അവസാനിക്കും. പകർപ്പവകാശങ്ങളുള്ള സിനിമകൾ, OTT ഉള്ളടക്കങ്ങൾ, മറ്റ് ഓഡിയോ വിഷ്വൽ മെറ്റീരിയലുകൾ എന്നിവ വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ 15 ദിവസത്തിനകം നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ്. ആവർത്തിച്ച് നിയമലംഘനം നടത്തുന്ന ചാനലുകൾ, ഗ്രൂപ്പുകൾ, ബോട്ടുകൾ, അക്കൗണ്ടുകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് നടപടിയെടുക്കാനാണ് നിർദ്ദേശം. നടപടിയെടുത്തതിന്റെ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം. ഇന്ത്യയിലെ സിനിമാ വ്യവസായം, OTT പ്ലാറ്റ്ഫോമുകൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ബ്രോഡ്കാസ്റ്റർമാർ തുടങ്ങിയവരെ സംരക്ഷിക്കുന്നതിനായാണ് കേന്ദ്ര നടപടി. നേരത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ടെലഗ്രാമിന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ താൽക്കാലികമായി നിരോധിച്ചിരുന്നു. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ പുതുക്കാട് ചുങ്കം റോഡിൽ വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിലേക്ക് വീണു. വളഞ്ഞൂപ്പാടം സ്വദേശി ലാലുവിന്റെ വാനിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വാനിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ചിമ്മിനി ഡാമിൽ നിന്നും പുതുക്കാട് സബ് സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ABC കേബിൾ പോസ്റ്റിൽ നിന്ന് പൊട്ടി വീണു. തെങ്ങ് വീണ ഒരു വൈദ്യുതി പോസ്റ്റും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തെങ്ങ് വീണ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി.